ഇന്നത്തെ ബൈബിൾ റീഡിങ് അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-8 അധ്യായം. സുവിശേഷം സമരിയായിൽ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിതറിക്കപ്പെട്ടവർ വചനം പ്രസംഗിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. ഫിലിപ്പോസ് സമരിയായിലെ ഒരു നഗരത്തിൽ ചെന്ന് അവിടെയുള്ളവരോട് ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിച്ചു. ആമേൻ. ഫിലിപ്പോസിൻ്റെ വാക്കുകൾ കേൾക്കുകയും അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ കാണിക്കുകയും ചെയ്ത ജനക്കൂട്ടം അവൻ പറഞ്ഞ കാര്യങ്ങൾ ഏകമനസ്സോടെ ശ്രദ്ധിച്ചു. എന്തെന്നാൽ അശുദ്ധാത്മാക്കൾ തങ്ങൾ ആവേശിച്ചിരുന്നവരെ വിട്ട് ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പുറത്തുപോയി. അനേകം തളർവാദ രോഗികളും മുടന്തന്മാരും സുഖം പ്രാപിച്ചു. അങ്ങനെ ആ നഗരത്തിൽ വലിയ സന്തോഷമുണ്ടായി. മാന്ത്രിക വിദ്യ നടന്നുകൊണ്ടിരിക്കുന്ന ശിമയോൻ എന്നൊരുവൻ ആ നഗരത്തിൽ ഉണ്ടായിരുന്നു. അവൻ വലിപ്പം ഭാവിച്ച് സമരിയാദേശത്തെ വിസ്മയിപ്പിച്ചു. ചെറിയവർ മുതൽ വലിയവർ വരെ എല്ലാവരും അവൻ പറയുന്നത് കേട്ടിരുന്നു. അവർ പറഞ്ഞു, മഹാശക്തി എന്ന് വിളിക്കപ്പെടുന്ന ദൈവശക്തി തന്നെയാണ് ഈ മനുഷ്യൻ. ദീർഘകാലമായി മാന്ത്രിക വിദ്യകൾ കൊണ്ട് അവരെ വിസ്മയിപ്പിച്ചിരുന്നതിനാലാണ് എല്ലാവരും അവനെ ശ്രദ്ധിച്ചു പോന്നത്. എന്നാൽ ദൈവരാജ്യത്തെക്കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചും ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും വിശ്വസിച്ച് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ആമേൻ. ശിമയോൻ പോലും വിശ്വസിച്ചു. അവർ ജ്ഞാനസ്നാനം സ്വീകരിച്ച് ഫിലിപ്പോസിൻ്റെ കൂടെ ചേർന്നു. സംഭവിച്ചു കൊണ്ടിരുന്ന അടയാളങ്ങളും വലിയ അത്ഭുത പ്രവർത്തികളും കണ്ട് അവൻ ആശ്ചര്യഭരിതനായി. സമരിയാക്കാർ ദൈവവചനം സ്വീകരിച്ചുവെന്ന് കേട്ടപ്പോൾ ജെറുസലേമിലുള്ള അപ്പോസ്തലന്മാർ പത്രോസിനെയും യോഹന്നാനെയും അവരുടെ അടുത്തേക്ക് വിളിച്ചു. അവർ ചെന്ന് അവിടെയുള്ളവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കാരണം അതുവരെ പരിശുദ്ധാത്മാവ് അവരിൽ ആരുടെയും മേൽ വന്നിരുന്നില്ല. അവർ കർത്താവ് ആയ യേശുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുക മാത്രമേ ചെയ്തിരുന്നുള്ളൂ. പിന്നീട് അവരുടെ മേൽ അവർ കൈകൾ വച്ചു. അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയും ചെയ്തു. അടുത്തത് 19-ാം തിരുവചനം. അപ്പോസ്തലന്മാരുടെ കൈവയ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടത് കണ്ടപ്പോൾ ശിമയോൻ അവർക്ക് പണം നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ആരുടെ മേൽ കൈകൾ വച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്ക വിധം ഈ ശക്തി എനിക്കും തരിക. പത്രോസ് പറഞ്ഞു, നിന്റെ വെള്ളിത്തുട്ടുകൾ നിന്നോടുകൂടെ ഇരിക്കട്ടെ, അത് നശിക്കട്ടെ. എന്തെന്നാൽ ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു. അഹങ്കാരികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വചനമാണിത്. കാരണം പണം കൊടുത്താൽ എന്തും നേടാൻ പറ്റും, പണത്തിന് മേതെ പരുന്തും പറക്കില്ലെന്നൊക്കെയല്ലേ എല്ലാവരും പറയുന്നത്. അപ്പം ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്ത് വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചത് കൊണ്ട് നിന്റെ പണമെല്ലാം നശിക്കട്ടെ എന്ന് പത്രോസ് പറഞ്ഞു. നിനക്ക് ഈ കാര്യത്തിൽ ഭാഗഭാഗിത്വമോ അവകാശമോ ഉണ്ടായിരിക്കില്ല. കാരണം നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല. പണത്തെ സ്നേഹിക്കുന്നവരുടെ ഹൃദയം ശുദ്ധമല്ല. ദൈവത്തെ ഒപ്പം സ്നേഹിച്ച് കൊണ്ടുപോകാൻ കഴിയണം. അതിനാൽ നിന്റെ ഈ ദുഷ്ടതയെക്കുറിച്ച് നീ അനുതപിക്കുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പം നമ്മളെന്താ, തിന്മയിലൂടെ പോകുന്നവ എല്ലാവരും അനുതപിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് ക്ഷമിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിന്റെ ഈ ദുഷ്ടവിചാരത്തിന് മാപ്പ് ലഭിക്കും. നീ കടുത്ത വിദ്വേഷത്തിലും അനീതിയിലൂടെ ബന്ധനത്തിലുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശിമയോൻ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് സംഭവിക്കാതിരിക്കാൻ എനിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവർ കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം നൽകുകയും അത് പ്രഘോഷിക്കുകയും ചെയ്തതിന് ശേഷം ജെറുസലേമിലേക്ക് മടങ്ങി. അങ്ങനെ അവർ സമരിയാക്കാരുടെ പല ഗ്രാമങ്ങളിലും സുവിശേഷം അറിയിച്ചു. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നന്ദി, യേശുവേ നന്ദി. അവിടുത്തെ മഹത്വത്തിന് മുന്നിൽ ഞങ്ങൾ കുടുംബത്തോടെ ഈ ലോകം മുഴുവനും നന്മയിലൂടെ പോകുവാൻ ആഗ്രഹിക്കുന്ന, പ്രാർത്ഥനയിലൂടെ പോകുവാൻ ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ നാമങ്ങൾ മഹത്വപ്പെടുത്തുവാനും അവിടുത്തെ കുരിശിൻ്റെ കാൽവരിയിലൂടെ പാതയിലൂടെ അവിടുത്തെ തിരു രക്തത്താൽ കഴുകി വചനങ്ങൾ കൊണ്ട് നിറച്ച് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഇന്നിതാ ഈ ബൈബിൾ വചനങ്ങൾ അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ 8-ാം അധ്യായത്തിൽ ഇത്രയും 19 മുതൽ 22 വരെ പറഞ്ഞ വാക്യങ്ങൾ ഞാൻ സമർപ്പിച്ച് കർത്താവിൽ ഏറ്റെടുത്ത് ഹൃദയത്തിൽ വിശ്വസിച്ച് അവിടുത്തെ എൻ്റെ ദൈവം ജീവനുള്ള ദൈവം കർത്താവാണെന്നും അധരം കൊണ്ട് വിളിച്ചു പറയുകയും ഈ ലോകത്തിന് മുന്നിൽ മഹത്വപ്പെടുത്തുകയും എൻ്റെ നാവ് കൊണ്ട് ഞാൻ വിളിച്ചു പറയുകയും ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുകയും ചെയ്യുന്ന കർത്താവെ ഈശോ മിശിഹായെ, അവിടുത്തെ തിരുവചനങ്ങൾക്ക് മുന്നിൽ അവിടുത്തെ തിരു രക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിക്കുന്ന, ഓരോ സെക്കൻഡിലും ഇടവിട്ട് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന, പരിപാലിപ്പിക്കുന്ന നല്ല ഇടയനായ, ഞങ്ങളുടെ സൈന്യങ്ങളുടെ രാജാവായ, നല്ല ഇടയനായ, ഞങ്ങളുടെ കോട്ടയായ
കർത്താവെ, ഞങ്ങളുടെ ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങ് എഴുന്നള്ളി വരയണമേ കർത്താവെ. പരിശുദ്ധാത്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഈ പ്രാർത്ഥനയിൽ ചെറുവിരൽ പോലും അലക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ ഭാഗ്യമായും പുണ്യമായും കരുതപ്പെടുന്നു. അങ്ങ് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ദിനം പ്രതി. കർത്താവെ, അവിടുത്തെ അനുഗ്രഹത്തിന് ഞങ്ങളെ നീ പ്രാപ്തരാക്കി യോഗ്യരാക്കി എടുക്കുകയാണല്ലോ ദൈവമേ. ഓരോ നിമിഷവും ഞങ്ങളെ കരവലയത്തിൽ അവിടുത്തെ മേലങ്കിക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷണ വലയം തീർക്കുന്ന ഈശോ മിശിഹാ തമ്പുരാന് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞങ്ങളെ ഉള്ളംകൈയിൽ എന്ന പോലെ, കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ അവിടുത്തെ ഹൃദയ കവാടം തുറന്ന് അവിടുത്തെ ഇഷ്ടങ്ങൾ ഞങ്ങൾക്ക് നൽകി, അവിടുത്തെ വചനങ്ങൾ ഞങ്ങൾക്ക് നൽകി, അവിടുത്തെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിച്ച് ഞങ്ങളെ യോഗ്യരാക്കി എടുക്കുന്ന, അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും നിൽക്കുവാനുമുള്ള, അവിടുത്തെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാനോ തൊടുവാനോ ഉള്ള യോഗ്യത പോലുമില്ലാത്ത ഞങ്ങളെ നീ യോഗ്യരാക്കി എടുക്കുന്നതിന് അങ്ങേ തിരുസന്നിധിയിൽ മുട്ടുകുത്തി നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്നു. അനുതപിച്ച് ഇതുവരെ ചെയ്ത പാപങ്ങളും എല്ലാം ക്ഷമിച്ച് പുറത്ത് മാപ്പാക്കണമേ എന്ന് അനുതപിച്ച്, അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളിൽ അപരാധങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് ഈശോ മിശിഹായുടെ തിരുഹൃദയം ഞങ്ങളോട് പുറത്ത് അനുതപിച്ച് തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ ശുദ്ധീകരിച്ച് അവിടുത്തെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യരാക്കി എടുക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ മുന്നിൽ ഞാൻ എൻ്റെ മനസ്സ്, ശരീരവും ആത്മാവും ജീവിതവും ജീവനും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും പ്രയാസങ്ങളും ഞങ്ങളുടെ നിയോഗങ്ങളും ഞങ്ങളുടെ ജീവിതം തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആത്മാർത്ഥമായ സ്നേഹവും ഭക്തിയും ഗാഢഭക്തിയും വിശ്വാസവും അങ്ങിൽ നിറവേറുവാനും തലമുറകളിലൂടെ അനുഗ്രഹിക്കപ്പെട്ട് തലമുറകളിലൂടെ കുടുംബ പാരമ്പര്യം പോലെ അങ്ങേ കൈമാറി, ഏറ്റവും വലിയ ഓഹരിയായി അങ്ങേ കൈമാറി, ഏറ്റവും വലിയ ഓഹരിയായി ഞങ്ങൾക്ക് അവർക്ക് മീതെ അങ്ങേ കൊടുക്കുവാനും എൻ്റെ ദൈവമേ കർത്താവെ, അവിടുത്തെ ബൈബിളും കുരിശും പിടിച്ച് അവിടുത്തെ ഉടമ്പടി ഗ്രന്ഥവും എടുത്ത് അവിടുത്തെ കാൽവരിയിലൂടെ പാതയിലൂടെ നയിക്കപ്പെടുവാൻ ഞങ്ങൾ ഇന്നിതാ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മിശിഹായെ കർത്താവെ, തമ്പുരാനെ, ക്രിസ്തു രാജാവേ, ഏകദൈവ സത്യമായ ദൈവമേ, ജീവനുള്ള ദൈവമേ, ഇന്നും ഭൂമിയിൽ ജീവിച്ച് ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞ് പീഡകൾ സഹിച്ച് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിലെല്ലാം തന്നെ അറിവ് നേടി ഇവിടുന്ന് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട കർത്താവെ, ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിൽ മുട്ടുമടക്കി കണ്ണുനീർപ്പൂക്കൾ അവിടുത്തെ തൃപ്പാദത്തിങ്കൽ സമർപ്പിക്കുന്ന കർത്താവെ, കോടി പ്രണാമങ്ങളും ഇഷ്ടങ്ങളും പ്രാർത്ഥനകളും സ്തുതിഗീതങ്ങളും കൃതജ്ഞതാ സ്തോത്രങ്ങളും പുകഴ്ത്തപ്പെടുത്തുന്ന കർത്താവിൻ്റെ മുന്നിൽ, ഈ ലോകത്തിൻ്റെ മുന്നിൽ ഞങ്ങൾ വെളിപ്പെടുത്തുന്ന കർത്താവെ, സ്വീകരിക്കണമേ, സ്വീകരിച്ച് അനുഗ്രഹിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കുടുംബത്തിൽ എഴുന്നള്ളിക്കണമേ കർത്താവെ. അവിടുത്തെ പറദീസ ഞങ്ങൾക്ക് വേണ്ടി നീ ഒരുക്കണമേ കർത്താവെ. ഞങ്ങളുടെ വിരുന്നുകാരനായി നീ ഞങ്ങളുടെ ഭവനത്തിൽ വരയണമേ കർത്താവെ. ഞങ്ങളുടെ വിരുന്നിൽ നീ ഞങ്ങളെ യോഗ്യരാക്കി, അങ്ങ് ഒരുക്കുന്ന വിരുന്ന് ഞങ്ങൾക്ക് സ്വീകരിക്കുവാൻ പാകത്തിന് ഞങ്ങളെ നീ യോഗ്യരാക്കി എടുക്കണമേ കർത്താവെ. അവിടുത്തെ എല്ലാവിധ അനുഗ്രഹത്തിന് അവിടുത്തെ തിരുഹൃദയം ഞങ്ങൾക്ക് നീ കാണിച്ചു തരയണമേ, തുറന്നു തരയണമേ കർത്താവെ. എല്ലാം ഞങ്ങൾ അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവെ. പ്രാർത്ഥനാപൂർവ്വം ഞങ്ങൾക്ക് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. അവിടുത്തെ തിരുസന്നിധിയിൽ നിന്നിതാ ഞങ്ങൾ നമസ്കരിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഏറ്റെടുക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.